ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം, അതായത് നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജ് കാറ്റഗറി വരുന്നത് 25 to 35 ഏജ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. അതായത് നമ്മളൊരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. അതോ എല്ലാവർക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാറ്റഗറി ഓഫ് നമ്മുടെ എന്താ പറയുക, നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻസിൻ്റെ ഏജ് ലിമിറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം, ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഓവർവ്യൂ പോലെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ വലിയ ലെങ്തി വീഡിയോസിനെ കാണാട്ടും പകരം നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫോമായിട്ട് സിമ്പിളായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസുകളും ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് റിവ്യൂസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളൊക്കെ പറയുന്നത് നമ്മളൊരു ഏജ് കാറ്റഗറി 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് തൊട്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 20 to 35 നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ടൈം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡും ആണ് ശരിക്കും ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇത്ര 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 കൊല്ലത്തിൻ്റെ അബോളൊക്കെയാണ് ശരിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. നമ്മുടെ ടാക്സും സംഭവമൊക്കെ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോങ് ടേമിന് നമുക്ക് കുറേ ഗോൾസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു വീട് പണിയാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കിഡ്സുകളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജ്, അങ്ങനത്തെ കുറേ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങൾ സംഭവമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും നമുക്ക് വയസ്സാകുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും അങ്ങനെ കുറേ സംഭവത്തിനൊക്കെ നമുക്ക് ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ആക്കാം. ഇപ്പം എന്തെങ്കിലും നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു മെയിനായിട്ടൊരു സംഭവം വാങ്ങിക്കാണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും. അതുപോലെ തന്നെ 2 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞു പോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അറിയാത്തവർക്ക് ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ഉണ്ടല്ലോ, നമ്മുടെ കമ്പനീസുകളുടെ വലിയ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 3 ടൈപ്സ് ഓഫ് നമുക്ക് മെയിൻ 3 വേണ്ട, നമുക്ക് 2 എടുക്കാം. 2 മെയിനായിട്ട് നമുക്ക് സ്റ്റോക്സുകൾ നോക്കാനുള്ളത്. അതായത് ഒരെണ്ണം നമ്മുടെ സ്മോൾ കമ്പനീസിൻ്റെ സ്റ്റോക്കുകളും പിന്നെ ഒരെണ്ണം ലാർജ് കമ്പനീസുകളുടെ സ്റ്റോക്കുകളും. അപ്പോൾ ഈ ലാർജ് കമ്പനീസ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇൻഫോസിസ്, ടാറ്റ, TCS, റിലയൻസ്, ഇതൊക്കെ നമ്മുടെ ലാർജ് കമ്പനീസിൽ വരുന്ന സംഭവമാണ്. സ്മോൾ കമ്പനീസ് എന്ന് പറയുമ്പോൾ പിന്നെ മിഡ് കമ്പനീസും വരുന്നുണ്ട്. മിഡ് ക്യാപ്പ് എന്ന് പറയും, സ്മോൾ ക്യാപ്പ് എന്ന് പറയും. അതിൻ്റെ ഒരു സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആ സംഭവം തന്നെയാണ് ഈ ലാർജ് കമ്പനീസ്, ബിഗ് കമ്പനീസ്, സ്മോൾ കമ്പനീസ് ഒക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ലാർജ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അതിലെന്താ അതിൻ്റെ കോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. മാക്സിമം ഒരു 15%, മാക്സിമം പോയി കഴിഞ്ഞാൽ 20% ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഓൾറെഡി ബിഗ് കമ്പനീസാണ്, വലിയ കമ്പനികളാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇനി ഓൾറെഡി വളർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു വളർച്ച എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് കുറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഞാൻ ആക്ച്വലി റെക്കമെൻഡേഷൻ സംഭവം ചെയ്യുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മൾ സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലൈസൻസുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനറൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. മിഡ് ക്യാപ്പിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മിഡിൽ കിടക്കുന്ന ഒരു കമ്പനീസുകളാണ്. അപ്പോൾ അവർ വളർന്ന് ലാർജ് കമ്പനീസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺസ് അത്യാവശ്യം നല്ലോണം പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്മോൾ ക്യാപ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഭയങ്കര കൂടുതലാണ്, പക്ഷേ റിട്ടേൺസും നമുക്ക് നല്ലോണം പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പിൽ ചിലപ്പോൾ ലാർജ് ആവാം, സ്മോൾ ക്യാപ്പുള്ളത് ചിലപ്പോൾ മിഡ് ക്യാപ്പ് ആവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളാണ്, നിങ്ങൾക്ക്
ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും വേണം. അതായത് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മിഡ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെന്റെങ്കിലും എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുക. സ്മോൾ ക്യാപ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ 2-3 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം വരുന്നുണ്ടല്ലോ. നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ലോങ് ടേം ആണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇതുപോലെ ഈ 3 ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിട്ടേണിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നിഫ്റ്റി 50 വരുന്ന ഒരു 50 കമ്പനീസുകളോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള 100 കമ്പനീസുകളിലൊക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഈ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാനൊക്കെ മെയിനായിട്ട് ഇൻഡെക്സ് ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി പെട്ടാ. എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലും റിസ്ക് ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. പക്ഷേ നമുക്കൊരു സേഫ് സൈഡ്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നിങ്ങൾ ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത്, അതായത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഈസി ആയിട്ട് തന്നെ ഒരു 500 രൂപയ്ക്ക് 100 രൂപയ്ക്ക് SIP തുടങ്ങാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി പേഴ്സണലി ഉപയോഗിക്കുന്നത് ഇൻഡിമണിയാണ് മെയിനായിട്ട്. ബാക്കി പല ഇപ്പോൾ ഞാൻ Angel One ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഇപ്പോൾ HDFCയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, SBIയുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡിമണി തന്നെയാണ്. അപ്പോൾ ഇൻഡിമണിയുടെ ഞാൻ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടെ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കയറിയിട്ട് എന്താ പറയുക നമ്മുടെ ഡിമാൻഡ് അക്കൗണ്ട് സംഭവമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അതിൽ നമ്മുടെ ഇൻഡിമണിയുടെ ഒരു ഗുണം അതാണ്. നമുക്ക് US സ്റ്റോക്സിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സംഭവമൊക്കെ ചെയ്യാം ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ. അപ്പോൾ അതാണ് ഒരു ബെറ്റർ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനോട് റെഫറൽ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ലാണ്ട് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടേം ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 കൊല്ലത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ നിങ്ങൾക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഇസാഫ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനത്തെ കുറേ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എൻ്റെ ഉള്ളത് AU സ്മോൾ ഫിനാൻസ് ബാങ്കും ഉണ്ട്. അവരുടെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഞാനതിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതൊക്കെ നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. മിക്ക സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഇപ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട്. തൃശ്ശൂരല്ല, മിക്ക കേരളത്തിലെ മെയിൻ സിറ്റീസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വരുന്ന ഇപ്പോൾ പബ്ലിക് ബാങ്കുകളാണ്, ഇപ്പോൾ SBI ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, അവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അത് ഫിക്സഡ് ഒന്നുമല്ല, പക്ഷെ അത് എപ്പോൾ വേണമെങ്കിൽ കുറയാം. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഞാൻ ജുവൻ ബാങ്കിലൊക്കെ FD ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8.9, 8.75 അത്ര പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ഫോം, ഒരു ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലത്തേക്കൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നോക്കാട്ടോ. അപ്പോൾ ഉജ്ജീവൻ ബാങ്കിൻ്റെയോ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് താഴെ ഇടാം. ഉജ്ജീവൻ ബാങ്കിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. അപ്പോൾ AU ബാങ്കിൻ്റെ എന്തായാലും എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി അവരുടെ ആപ്പിൽ തന്നെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അത് താഴെ കൊടുക്കാം. അപ്പോൾ അതാണ് ഒരു ഷോർട്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ. പിന്നെ വരുന്നതാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് മഡ്രക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നമ്മുടെ ഇക്കണോമിക്സ് ടൈംസുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, മണി കൺട്രോളുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ഇന്ത്യയിൽ എസൻസ് ഉള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഡ്രക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാൻ പണ്ട് ഇതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. മഡ്രക്സ് ആപ്പിൻ്റെ സംഭവം അതിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. ഇതാ കണ്ടു, ഇതാണ് ആ ആപ്പ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് വരുന്ന ആപ്പാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ ആക്ച്വലി 2 കോയിൻസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം നമ്മുടെ അഡ നിങ്ങൾക്കായിരിക്കും, പിന്നെ ഇത്തേറിയം എന്ന് പറഞ്ഞാൽ കോയിൻസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതും എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 5 to 8% വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഡൗൺ ആണ്, വേറെ കാര്യം. ഇപ്പോൾ നല്ല ഡൗൺ ആണ്. അപ്പോൾ ശരിക്കും പറ്റിയ സമയം, വാങ്ങിച്ചു വെക്കാൻ പറ്റിയ സമയമാണ് മഡ്രക്സിൻ്റെ. ഇപ്പോൾ എന്താ പറയുക, അഡേൻ്റെ റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് 30 രൂപ 28 രൂപയ്ക്ക് റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത്. ഈ സാധനം 10-200 രൂപയ്ക്ക് മുമ്പ് എത്തിയിട്ടുള്ളത്, വേറെ കാര്യമായിട്ടാണ്. ഇതിൽ പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിനൊക്കെ ടാക്സ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, സ്റ്റോക്സിലായിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസിലായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് ടാക്സ് കൊടുക്കണം കിട്ടും. നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നതിനാണ് ടാക്സ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടാക്സ് കൊടുക്കണ്ട. പിന്നെ ഒരു ഓപ്ഷനാണ് സ്റ്റോക്സ്. അതായത് നമ്മുടെ ഇപ്പോൾ മെയിൻ കമ്പനീസുകളുടെ സ്റ്റോക്സ് വാങ്ങിച്ച് വയ്ക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൂടിക്കഴിഞ്ഞാൽ വിൽക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാശ് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ആക്ച്വലി മ്യൂച്വൽ ഫണ്ടും ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോയും ചെയ്യുന്നുണ്ട്, FD ചെയ്യുന്നുണ്ട്, എല്ലാ സംഭവവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോങ് ടേമിനൊക്കെ നമ്മളിപ്പോൾ നല്ല കമ്പനീസൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. IREDA എന്ന് പറഞ്ഞൊരു പബ്ലിക് കമ്പനി, ഒരു നമ്മുടെ ഗവൺമെൻറ് കമ്പനിയുടെ സാധനം കുറച്ച് കാലം മുമ്പ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 32 രൂപയ്ക്കാണ് സാധനം ലിസ്റ്റ് ചെയ്തത്. IRED എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയുടെ ഒരു നമ്മുടെ സ്റ്റോക്കാണ്.
32 രൂപയ്ക്കാണ് സാധനം ലിസ്റ്റ് ചെയ്തത്. ഞാൻ ആക്ച്വലി ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഒരു 120 രൂപയായപ്പോൾ വിറ്റു. പക്ഷേ ഇപ്പോൾ ആ സാധനത്തിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 250-220 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 6 മാസം 8 മാസത്തിൻ്റെ ഒരു ഉള്ളിലാണ് ഈ പറയുന്നത് ഇത്രയും ഹൈക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ശതമാനം റിട്ടേൺ കിട്ടി അത് 32 രൂപയ്ക്ക് വാങ്ങിച്ചവർക്ക്? അതൊരു 1000 സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ലാഭം, എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോക്കുകൾ നിങ്ങളൊരു 10 കൊല്ലം 5 കൊല്ലം ഒക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അങ്കിള് ആക്ച്വലി നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആളുടെ മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് ഒരു 700 രൂപയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം അതിൻ്റെ വില എത്ര വരും? 11,000 രൂപ 10,000 രൂപയ്ക്ക് വരാൻ തന്നെ. അപ്പം എത്ര ലാഭം കിട്ടി ഞാൻ ചോദിക്കാം. അപ്പോൾ ഒരു എൻ്റെ ഫോൺ ഇപ്പം തന്നെ ഐഫോണിൻ്റെ പരിപ്പളയ്ക്കാൻ ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിക്കായിരുന്നേ. അപ്പോൾ ഇതൊരു ഭയങ്കര മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടും പെട്ടെന്നല്ല എനിക്ക് ആക്ച്വലി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റോക്ക്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കൂടാം, അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിൽ കുറയാൻ പറ്റി. അപ്പോൾ ഇതിന് റിസ്ക് ഉണ്ട്, എല്ലാ സംഭവത്തിനും റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിത് ആക്ച്വലി ഞാൻ ആക്ച്വലി ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കണ്ണും പൂട്ടി ആരും റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സെബിയുടെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ അവരെ ലൈസൻസ് ഇല്ലാത്തവർ ഇത് റെക്കമെൻഡേഷൻ പറയാൻ പാടില്ല എന്നാണ് റൂൾ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കുറച്ച് മെത്തേഡുകളൊക്കെയാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ 25 to 35 ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ ഈ 5-6 മെത്തേഡുകളും തുടങ്ങി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് SIP മ്യൂച്വൽ ഫണ്ടിലെ SIP എങ്കിലും തുടങ്ങി വെക്കുക. അപ്പോൾ ഇന്ത്യ മണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SIP തുടങ്ങാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇന്ത്യ മണിയിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് 500 രൂപ വെച്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ US സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആമസോണിലും ഗൂഗിളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കാണിച്ചത് ഇന്ത്യ മണിയിൽ തന്നെയാണ്. ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കാത്തത്. ഇത് കണ്ടു, ഇതാണ്. ഇതിലൊന്നും കാണില്ല. ഇത് ഇന്ത്യ മണിയുടെ സാധനമാണ്. ഇന്ത്യ മണിയിൽ നമുക്ക് US സ്റ്റോക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നമുക്ക് ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്. ഇപ്പോൾ എല്ലാം ഡൗൺ ആണ്. US സ്റ്റോക്സും ഡൗൺ ആണ്, ഇന്ത്യൻ സ്റ്റോക്സും ഡൗൺ ആണ്, ക്രിപ്റ്റോ കറൻസിയും ഡൗൺ ആണ്. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഒരു US എന്താ പറയുക റിസഷൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് സംഭവം കൊണ്ടുവന്നത്. അതിന് ശേഷം എല്ലാം ഡൗൺ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാത്തിനും റിസ്ക് വരുന്നുണ്ട്. ഡു യുവർ റിസർച്ച് ആൻഡ് ദെൻ ഇൻവെസ്റ്റ്. അതാണ് നമ്മൾ എല്ലാവരും പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്രോഡ് കുറെ പരിപാടി നടക്കുന്നുണ്ട് ടെലിഗ്രാമിൽ കൂടെ. അതുപോലെ കുറെ 10 വയസ്സ് വിവരമില്ലാത്ത കുറെ ഇൻസ്റ്റാഗ്രാമേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1000 ഇട്ട് കഴിഞ്ഞാൽ 3000-4000 തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ഫ്രോഡിൽ പോയി പെടരുതിട്ടാ. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് കുറേ പേര് പെട്ടിട്ട് നമ്മൾക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയായിരിക്കും നമ്മുടെ ഇവിടെ ഓൾറെഡി ഫ്രോഡ് കേസുകളോ അല്ലെങ്കിൽ സൈബർ ഫ്രോഡ് കേസുകൾ ഇഷ്ടം പോലെ നിറഞ്ഞു കിടക്കുകയാണ്. അത് എപ്പോൾ നമ്മളിപ്പോൾ കേസ് കൊടുത്താൽ തന്നെ നമ്മളത് എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എപ്പോൾ കിട്ടുമെന്നും ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഒരു ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതിൽ പോയി പെടാണ്ടിരിക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുക, അറിവുണ്ടാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടില്ലേ? അതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ആപ്പുകൾ, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകളുടെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കട്ടെ, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.